ഈ കാണുന്നത് കേരളത്തിൽ വളരെയധികം ഫെമിലിയർ അല്ലാത്ത ഒരു സംവിധാനമാണ്. 35 വർഷമായി സിംഗപ്പൂരിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിംഗപ്പൂരിലെ രീതി നമ്മുടെ നാട്ടിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അത്യുന്നത ചികിത്സ ലഭ്യമാക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കിൻഡർ അങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചത്. കഴിഞ്ഞ മാസം ഒരു കപ്പിൾ നമ്മളുടെ അടുത്ത് വന്നിരുന്നു. അവർ 6 years ആയിട്ട് ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പലയിടത്ത് പോയിട്ട് പ്രഗ്നൻ്റ് ആവുന്നില്ലായിരുന്നു. നമ്മളത് ടെസ്റ്റ് ചെയ്തു, നമ്മുടെ സസ്പിഷൻസ് കറക്റ്റായിരുന്നു. ആൻഡ് ദേ കൺസീവ്ഡ് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. പ്രഗ്നൻസി അഥവാ ഗർഭകാലം പഴയ രീതിയിലാണെങ്കിൽ സ്ത്രീകൾ വീട്ടിൽ നിന്നിറങ്ങാതെ ഒരു രോഗാവസ്ഥയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അത് മാറ്റി ഇന്ന് കിൻഡറിൽ പ്രഗ്നൻസി ഒരു സെലിബ്രേഷനാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോസിൽ ആൾക്കാർക്ക് കൂടുതലും ഇമ്പോർട്ടൻറ്റ് അവരുടെ ലൈഫും കരിയറുമാണ്. സോ നമ്മൾ എഗ് ഫ്രീസിങ്ങും എംബ്രിയോ ഫ്രീസിങ്ങും ചെയ്യുമ്പോൾ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമുക്കത് ഫ്രീസ് ചെയ്ത് വയ്ക്കുവാനും, എപ്പോഴാണ് നിങ്ങൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഇമോഷണലി പ്രിപ്പയർഡ് ആയിട്ട് വരുന്നത് ആ സമയത്ത് നമുക്ക് ഈ എംബ്രിയോസിനെ നമുക്ക് നിങ്ങളുടെ യൂട്രസിലേക്ക് ഇട്ട് തരാനും നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡെലിവറി സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണ് പെയിൻ. എങ്ങനെ ആ പെയിൻ സഹിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് എപ്പിഡ്യൂറൽ. എഗ്സ് നല്ലതാ, ട്യൂബ്സ് നല്ലതാ, എല്ലാം നല്ലതാ, പക്ഷെ പ്രഗ്നൻ്റ് ആവുന്നില്ല. നമ്മുടെ കിൻഡർ ഹോസ്പിറ്റലിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഹോസ്പിറ്റൽ ബേസ്ഡ് വാട്ടർ ബർത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 99% അമ്മമാരുടെ പാലാണ് ബേബീസിന് കൊടുക്കാറ്. അപ്പോൾ അത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. മദേഴ്സ് മിൽക്ക് തന്നെ കൊടുക്കണം എന്നുള്ളത്. ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം സാധിക്കാനായിട്ട് വളരെ സ്ട്രെസ് ഫ്രീ ആയി ആഘോഷകരമായിട്ട് ഒരു കുഞ്ഞുണ്ടാകാനും അതിനൊരു സാഹചര്യം അതൊരുക്കുകയാണ് കിൻഡർ ഹോസ്പിറ്റൽ ചെയ്യുന്നത്. സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പാണ് നമ്മളുടേത്. സറോഗസി രജിസ്ട്രേഷനുള്ള ചുരുക്കം ചില IVF സെൻറ്ററുകളിൽ ഒന്നാണ് കിൻഡർ ഹോസ്പിറ്റൽസ് കൊച്ചി. ഇതുകൂടാതെ എഗ് ഫ്രീസിംഗ്, എംബ്രിയോ ഫ്രീസിംഗ്, സെമൻ ഫ്രീസിംഗ്, എംബ്രിയോ ട്രാൻസ്ഫർ, എഗ് ഡോണർ പ്രോഗ്രാംസ് തുടങ്ങിയ സർവീസസും നമ്മൾ കൊടുക്കുന്നുണ്ട്. പേഷ്യൻ്റ് പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മളൊരു സ്റ്റാൻഡ് അലോൺ ബിൽഡിംഗ് തന്നെ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എറണാകുളം പത്തടിപ്പാലം മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ പേര് ഡോക്ടർ പ്രദീപ് കുമാർ, പീഡിയാട്രീഷ്യനാണ്. സിംഗപ്പൂരിലാണ് സ്ഥിരതാമസം. ഞാനൊരു പ്രാക്ടീസിങ് നിയോനറ്റോളജിസ്റ്റ് കൂടിയാണ്. നിയോനറ്റോളജി എന്ന് പറയുമ്പോൾ വളരെ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ആ സ്പെഷ്യാലിറ്റിയുടെ പ്രത്യേകത കുഞ്ഞുങ്ങളെ നോക്കൽ മാത്രമല്ല, അമ്മമാരുമായിട്ട് ഒരുപാട് ഇൻറ്ററാക്ഷൻ വരുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് നിയോനറ്റോളജി. എൻ്റെ പ്രാക്ടീസ് ഒരു 35 വർഷത്തോളമായി. 25 വർഷം കിൻഡർ സ്റ്റാർട്ട് ചെയ്തിട്ട് സിംഗപ്പൂർ 25 വർഷമായി. 35 വർഷമായിട്ട് ഈ അമ്മമാരും കുഞ്ഞുങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വേണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കിൻഡർ ചേർത്തലയിൽ ആദ്യത്തെ ആശുപത്രി തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ചേർത്തലയിൽ ആദ്യത്തെ ആശുപത്രി തുടങ്ങിയത്? കേരളത്തിലെ ഒരു ഏറ്റവും ഇംപവറിഷ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ചേർത്തല. അപ്പം അങ്ങനെ ഒരു ഏരിയയിൽ കിൻഡർ പോലെയുള്ള ഒരു ബ്രാൻഡ് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം വളരെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അത്യുന്നത ചികിത്സ ലഭ്യമാക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കിൻഡർ അങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചത് ചേർത്തലയിൽ. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഇംപവറിഷ്ഡായ ഏരിയയിൽ നല്ലൊരു ബ്രാൻഡ് കൊണ്ടുവരിക, ലോകോത്തര ചികിത്സ ലഭ്യമാക്കുക എന്നതൊരു ചാലഞ്ച് തന്നെയായിരുന്നു. പക്ഷേ ആ ചാലഞ്ച് ഞങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചു. കിൻഡർ ഇന്ന് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആശുപത്രിയാണ്. 2011 കിൻഡർ ആദ്യമായിട്ട് ചേർത്തലയിൽ ആരംഭിച്ചത്. ഇന്ന് കിൻഡർ കൊച്ചിയിൽ ഉണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇനി അടുത്ത സംരംഭം ഒരു 5 ഹോസ്പിറ്റൽ കൂടെ കേരളത്തിലുടനീളം വരികയാണ്. അപ്പോൾ കിൻഡറിൻ്റെ യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് എല്ലാ സ്ട്രാറ്റയിലുള്ള ജനങ്ങൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ചികിത്സ കിൻഡർ ഉറപ്പാക്കുകയാണ്. കിൻഡർ ആശുപത്രിയിലെ ബ്രാൻഡ് മോഡൽ എന്ന് പറയുന്നത് 80% സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഫെസിലിറ്റിയാണ്. 20% മൾട്ടി സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസും കിൻഡറിലുണ്ടായിരിക്കും. നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി 20% നൽകുന്നത്
തീർച്ചയായും സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും ഉള്ള ചികിത്സ ലഭ്യമാക്കുക അല്ലെങ്കിൽ ഉറപ്പാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ മൾട്ടി സ്പെഷ്യാലിറ്റി 20% കിൻഡർ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു യുണീക്നെസ് ആണ് കിൻഡറിനെ വേറിട്ട് നിർത്തുന്നത്. കിൻഡറിന് ഓരോ ആശുപത്രിയിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ആശുപത്രികളിലും IVF ഫെസിലിറ്റി, ഇൻഫെർട്ടിലിറ്റി ഫെസിലിറ്റി ഉണ്ടായിരിക്കും. നമ്മുടെ OPയിൽ ഒരു കപ്പിൾ വരുമ്പോൾ നമ്മൾ അവർക്കൊരു ബേസിക് ആയിട്ടൊരു ഇവാലുവേഷനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു പ്രോപ്പർ ഹിസ്റ്ററിയാണ് നമ്മൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ മെറൈറ്റൽ ഹിസ്റ്ററി, അവർ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, അവരുടെ മെൻസ്ട്രൽ ഹിസ്റ്ററി, മെൻസ്ട്രേഷൻ പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ളത്, സെക്ഷൽ ഹിസ്റ്ററി, അവരുടെ ഫ്രീക്വൻസി ഓഫ് കോണ്ടാക്റ്റ് എങ്ങനെയാണെന്നുള്ളത്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് അസോസിയേറ്റഡ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത്, സർജിക്കൽ ഹിസ്റ്ററി, എന്തെങ്കിലും സർജറീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. ഈ ഹിസ്റ്ററി എടുത്തതിന് ശേഷം നമ്മൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എക്സാമിനേഷനും ചെയ്യും. ഈ 2 കാര്യങ്ങൾ ചെയ്തതോടുകൂടി നമുക്ക് ഏകദേശം അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ഫോളോഡ് ബൈ ബ്ലഡ് ടെസ്റ്റ് ആണ്. ഫീമെയിൽസിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കും, മെയിൽസിന് നമ്മൾ സിമെൻ അനാലിസിസ് ആയിരിക്കും നമ്മൾ ചെയ്യിക്കുന്നത്, ഫീമെയിൽസിന് നമ്മൾ സ്കാനും കൂടെ ചെയ്യിക്കും. ഈ ടെസ്റ്റുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അവർക്കൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കപ്പിളിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും IVF അല്ല. ചിലപ്പോൾ അവർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആയിരിക്കാം അവരുടെ പ്രശ്നം, ഇറക്ഷൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പെയിൻ ആയിരിക്കാം അവരുടെ പ്രശ്നം, ചിലപ്പോൾ അവരുടെ ഫ്രീക്വൻസി ഓഫ് കോണ്ടാക്ട് തന്നെ വളരെ കുറവായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കൊരു പ്രോപ്പർ കൗൺസിലിംഗ് കൊടുത്താൽ തന്നെ അവർക്ക് ഒരു പ്രഗ്നൻസി സാധ്യമാകും. ചിലപ്പോൾ ആ കപ്പിളിന് ഓവുലേഷൻ ആയിരിക്കാം അവരുടെ പ്രോബ്ലം. അങ്ങനെയുള്ള കപ്പിളിന് ചില തരത്തിലുള്ള മെഡിസിൻസ് കൊടുത്താൽ അവർക്ക് പ്രോപ്പറായിട്ട് ഓവുലേറ്റ് ചെയ്യുകയും അവർക്ക് പ്രഗ്നൻസി അതിലൂടെ പോസിബിൾ ആവുകയും ചെയ്യും. ചില കപ്പിളിന് IUI ചെയ്താൽ തന്നെ അവർക്കൊരു പ്രഗ്നൻസി പോസിബിൾ ആയിരിക്കാം. IUI എന്ന് പറയുന്നത് വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സക്സസ് റേറ്റ് IVFൻ്റെ അത്രയും ഉണ്ടാവുകയുമില്ല. പക്ഷേ ചില കപ്പിളിന് എന്താണ് അവരുടെ കോസ് എന്നനുസരിച്ച് ചിലപ്പോൾ ട്യൂബ്സിനുള്ള ബ്ലോക്ക് ആയിരിക്കാം, ചിലപ്പോൾ മെയിൽ ഫാക്ടർ അതായത് സിമെനിൽ ബീജത്തിൻ്റെ അളവ് തീരെ കുറവായിരിക്കാം, ചിലപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ആയിരിക്കാം, ചിലപ്പോൾ റെക്കറൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലോസ് ഉള്ള കപ്പിളായിരിക്കാം. ഇങ്ങനെയുള്ള കപ്പിളിൽ ആയിരിക്കും IVF നമ്മൾ ചെയ്യുന്നത്. കിൻഡർ ഹോസ്പിറ്റൽസിൽ നമുക്ക് ഒരിക്കലും IVF അല്ല ഒരു കപ്പിളിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ചെയ്തിട്ട് അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. നോർമലി ഒരു പ്രഗ്നൻസിക്ക് നമുക്ക് വേണ്ടത് എഗ്ഗും സ്പേമാണ്. സോ ഈ എഗ്ഗും സ്പേം മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഭ്രൂണം ഉണ്ടാവുന്നത്. IVF ഇതേ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്ത്രീകൾക്ക് ഒരു 8 to 9 days ഓഫ് ഇഞ്ചെക്ഷൻസ് കൊടുക്കും. ഈ 8 to 9 ഇഞ്ചെക്ഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു എഗ്ഗ് സാധാരണ വളർന്ന സ്ഥലത്തിൽ ഒരു 4 or 5 eggs വളരും. ഈ എഗ്സ് നമ്മൾ കളക്ട് ചെയ്യും. ഇത് കളക്ട് ചെയ്യുന്നത് അണ്ടർ ആനസ്തീസിയ, നമ്മൾ സ്കാൻ വഴി വെച്ചാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഈ എഗ്സിനെ കളക്ട് ചെയ്തിട്ട് ഹസ്ബൻഡിൻ്റെ സ്പേമായിട്ട് നമ്മൾ IVF ചെയ്യും. സോ എഗ്ഗും സ്പേം നമ്മൾ അതിനെ ഇഞ്ചെക്റ്റ് ചെയ്യും. സോ ഇതിൽ നിന്നുണ്ടാവുന്ന ഭ്രൂണങ്ങൾ നമ്മൾ തിരിച്ച് യൂട്രസിലിടും. ഇങ്ങനെയാണ് നമ്മുടെ IVFൻ്റെ ഒരു പ്രോസസ്സ്. സോ ബേസിക്കലി നമ്മൾ IVF ചെയ്യുന്നത്, അതായത് ഒത്തിരിയും കൗണ്ട് സെമൻ്റെ അല്ലെങ്കിൽ സ്പേം കൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ IVF ചെയ്യും. അതായത് നമുക്ക് ഈ സെമൻ കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എഗ്ഗിൻ്റെ ക്വാളിറ്റി അത്രയും നല്ലതല്ല അല്ലെങ്കിൽ വളരെ കുറവാണെങ്കിൽ അഗെയിൻ IVF ചെയ്യും. സ്ത്രീകൾ ഫെലോപ്പിയൻ ട്യൂബ്സ് ബ്ലോക്ക്ഡ് ആണെങ്കിലോ ഡാമേജ്ഡ് ആണെങ്കിലും IVF ചെയ്യാം. ആൻഡ് ഒരു അൺഎക്സ്പെക്റ്റഡ്, അതായത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, അതായത് എഗ്സ് നല്ലതാ, ട്യൂബ്സ് നല്ലതാ, എല്ലാം നല്ലതാ, പക്ഷെ പ്രഗ്നൻ്റ് ആവുന്നില്ല, അതായത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി മോർ ദൻ 2 years ഉണ്ടെങ്കിൽ IVF ഒരു ഓപ്ഷൻ ആണ്. ഇൻഫെർട്ടിലിറ്റി നമുക്കറിയാം, അത് സ്ത്രീക്കായാലും പുരുഷനായാലും ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ഒരു 3 മാസം വരെ അവരവിടെ ടേക്ക് കെയർ ചെയ്തിട്ട് ആ പേഷ്യൻസിനെ അവർ പുറത്തോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് കിൻഡർ ഹോസ്പിറ്റൽ വ്യത്യസ്തമാകുന്നത്. ഇവിടെ ഗൈനക്കും OBG മാത്രമല്ല,
ഇൻഫെർട്ടിലിറ്റി കൂടി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കപ്പിൾസിന് ഇവിടെ തന്നെ ഡെലിവറി ആകാനുള്ള സൗകര്യങ്ങളും ലഭ്യമാണ്. ഇനി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പ്രഗ്നൻസി ആകുന്നവരുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ടെൻഷൻസും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ആ ഒരു പ്രഗ്നൻസി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രഗ്നൻസിയും കൂടി നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആക്കാനും കുറച്ചും കൂടെ അവർക്കതൊരു സെലിബ്രേഷൻ പോലെ അത് ഒരു മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കാനും കിൻഡർ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് കിൻഡർ ഒരുപാട് പരിപാടികൾ, അതായത് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും അവരുടെ ഹസ്ബൻഡ്സിനും വേണ്ടിയിട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കിൻഡറിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിവിടെ എല്ലാ വർഷവും ചെയ്യുന്ന ഫാഷൻ ഷോ. അത് വളരെയധികം വിജയകരമായിട്ട് ഒരുപാട് സ്ത്രീകൾ അന്നത് ഫസ്റ്റ് ഫാഷൻ ഷോയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതൊരു വലിയ വിജയമായിട്ട് തന്നെ ഞങ്ങളത് ആഘോഷിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എല്ലാ മാസവും നമ്മൾ ചെയ്യുന്നതാണ് ബേബി ഷവർ എന്ന് പറഞ്ഞിട്ട് പരിപാടി. അപ്പോൾ അതിൽ ഹസ്ബൻഡും വൈഫും അവർക്കായിട്ടൊരു 2-3 മണിക്കൂർ, അതായത് ചെറിയ ചെറിയ ഗെയിംസും പാട്ട്, ഡാൻസ്, കുറച്ച് കലാപരിപാടികളൊക്കെ ആയിട്ട് അവർക്കൊരു എൻജോയ്മെൻറ്റ് കൊടുക്കുക. ബേസിക്കലി ഇതിലെല്ലാം വരുന്നത് ഹസ്ബൻഡും വൈഫും ഒരുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള എൻജോയ്മെൻറ്റിലും ഇൻക്ലൂഡഡ് ആവുക എന്നുള്ളതാണ്. പ്രഗ്നൻറ്റ് ലേഡീസിനെയും അവരുടെ ഹസ്ബൻഡ്സിനെയും നമ്മൾ വാട്ടർ മെട്രോയിൽ റൈഡ് നടത്തുക, അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സെലിബ്രേഷൻ മാതിരി. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഡോക്ടറും കാണും. പിന്നെ നമ്മൾ വരുന്ന പ്രോഗ്രാമാണ് കേക്ക് മിക്സിങ്. കുറേ പ്രഗ്നൻറ്റ് ലേഡികൾ ഒന്നിച്ച് നിന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സ്, നട്ട്സ്, അതിൽ ജ്യൂസ്, സിറപ്സ് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബേസിക്കലി വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ആ ഒരു ഹാഫ് ആൻ അവർ മേ ബി അവർ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതും ഞങ്ങൾ എല്ലാ വർഷവും ചെയ്തു വരുന്നത്. അതുപോലെ ഒരുപാട് പരിപാടികൾ ഇനിയും മുന്നോട്ട് വരുന്നുണ്ട്. ഈ വേദികളിലൊക്കെ നമ്മൾ കണ്ട വ്യത്യസ്തമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതായത് നിറവയറോടെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്ന സ്ത്രീകളാണ്. അതൊക്കെ വളരെ കൗതുകകരവും സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്കും. അവരൊക്കെ തന്നെ പിന്നെ പറയുന്ന ഫീഡ്ബാക്ക്, മാഡം ഇറ്റ് വാസ് സോ സ്ട്രെസ് ഫ്രീ. ഞങ്ങൾക്കത് അങ്ങനെ ഒരു പ്രഗ്നൻസി വയറും വെച്ചിട്ട് കുറേ ചേഞ്ചസ്, അതായത് സ്കിന്നൊക്കെ ഡാർക്ക് ആവുക, ക്ഷീണിക്കുക, അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ഇടയിലും അവർക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളത് വിചാരിക്കാത്തൊരു കാര്യമാണ് അവർക്കത് സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പോലെയാണ് പലർക്കും അത് ഫീൽ ചെയ്തത്. നമ്മളിവിടെ ചെയ്യുന്നത് ആ പ്രഗ്നൻസിയിൽ പണ്ട് പോലെ ആൾക്കാർ പറയുന്നതല്ലേ, അനങ്ങരുത്, അവിടെ ഇരിക്കുക, അടങ്ങിയിരിക്കണം, പുറത്ത് പോകരുത്, യാത്രകൾ പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മിത്സ് ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇനിയും ഒരുപാട് പരിപാടികൾ കിൻഡർ നമുക്ക് പ്രഗ്നൻറ്റ് ലേഡീസിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കിൻഡർ ഹോസ്പിറ്റലിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഹോസ്പിറ്റൽ ബേസ്ഡ് വാട്ടർ ബർത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വാട്ടർ ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലാണ് ഡെലിവറി ചെയ്യുന്നത്. അതായത് പ്രസവവേദന കുറയ്ക്കാനും പ്രസവം കുറച്ചും കൂടെ സ്പീഡാക്കാനും ഫാസ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞിന് കുറച്ചും കൂടെ കാമാകാനും അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ്, അതായത് സ്ലോ ട്രാൻസിഷൻ. നോർമലി നമുക്ക് ഡെലിവറിയിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കുഞ്ഞ് നേരെ പുറത്തേക്ക് നമ്മൾ ഡെലിവറി എടുക്കുക എയറിലേക്കാണ് എക്സ്പോസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആ വാം വാട്ടറിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പം അവർ കിടന്നിരുന്ന അതേ ഒരു എൻവയൺമെൻറ്റിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞ് കുറച്ചും കൂടെ കാമായിട്ട് ബിഹേവ് ചെയ്യാനും കൂടെ വാട്ടർ ബർത്ത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നോർമലി നമ്മളുടെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെലിവറി സമയത്ത് സ്ത്രീ എപ്പോഴും ബെഡിൽ തന്നെ കിടക്കുമായിരിക്കും, ഡെലിവറി ആകുന്നത് ബെഡിൽ തന്നെ. അപ്പോൾ അവിടെ തന്നെ സ്യൂച്ചറിങ് എല്ലാം കംപ്ലീറ്റ് ആകുന്നു. അങ്ങനെയാണ് നമ്മളുടെ കോൺസെപ്റ്റ്, പഴയ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ബർത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ പെയിൻ തുടങ്ങുന്ന സമയം മുതലാണ് സ്ത്രീ വെള്ളത്തിലിരിക്കുന്നത്. ചൂട് വെള്ളത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ പ്രസവം വേഗം നടക്കുകയും കംപ്ലീറ്റ് ഡെലിവറി വെള്ളത്തിലേക്ക് തന്നെ കുഞ്ഞ് ഡെലിവറി ആകുകയും ചെയ്യുന്നു. നമുക്ക് എല്ലാ തരത്തിലും നമ്മൾ വളരെ ശ്രദ്ധയോടെയാണ് വാട്ടർ ബർത്ത് ചെയ്യുന്നത്. അതായത് നമുക്ക് കൂടെ തന്നെ സ്റ്റാഫ് ഉണ്ടാകും, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാകും, ഡോക്ടർ ഉണ്ടാകും. അതുപോലെ നമുക്ക് NICU, അതായത് ഞങ്ങളത് ലെവൽ 3 NICU ആണ്. NICU ആണെങ്കിലും വാട്ടർ ബർത്തിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയും കുഞ്ഞും വളരെ സേഫാണ് എന്നുള്ള രീതിയിൽ സേഫായിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത് വാട്ടർ ബർത്തിൽ പ്രസവ വേദന നമുക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ ഡെലിവറി കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്യാനും അതുപോലെ ജനിക്കുന്ന കുഞ്ഞ് കുറച്ചും കൂടെ കാമായിട്ട് ബുദ്ധിമുട്ടും ഇല്ലാതെയും കിട്ടാനും അതുപോലെ തന്നെ സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ്, അതായത് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അമ്മയുടെ നെഞ്ചത്തേക്കാണ് വെക്കുന്നത്. അപ്പം അതെല്ലാം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ വാട്ടർ ബർത്ത് സഹായിക്കുന്നു.
പിന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ പറയാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് LDRP, ബർത്ത് കമ്പാനിയൻ, VBAC ഒക്കെയാണ്. ബർത്ത് കമ്പാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ സ്ത്രീകൾ എങ്ങനെയാണ് ഡെലിവറി സമയത്ത് ഒറ്റയ്ക്കായിരിക്കും ലേബർ റൂമിൽ. അവർ ആകെ ഒരു പേടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പലരും പറയുന്നത്. പ്രസവിക്കുന്ന സ്ത്രീക്ക് തന്നെ ചൂസ് ചെയ്യാം ആരെങ്കിലും കൂടെയുള്ള ഒരാൾ അവർക്ക് കമ്പാനിയനായിട്ട് ഡെലിവറി സമയത്ത് കൂടെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അത് പ്രഗ്നൻസി അവർക്ക് ആ ഒരു പെയിൻ തുടങ്ങുന്ന സമയം മുതൽ ഡെലിവറി കഴിയുന്നത് വരെയും ഒരാൾക്ക് ആ ലേഡിയുടെ കൂടെ നിൽക്കാം സപ്പോർട്ടായിട്ട്. അതാണ് ബർത്ത് കമ്പാനിയൻ. പിന്നെ വരുന്ന കോൺസെപ്റ്റാണ് LDRP എന്ന് പറയുന്നത്. LDRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിക്ക് വരുന്ന സ്ത്രീ അഡ്മിറ്റ് ആകുന്ന അതേ റൂമിൽ തന്നെയാണ് അവരുടെ പ്രസവവും റിക്കവറിയും, അതുപോലെ തന്നെ ഡിസ്ചാർജ് ആകുന്നത് വരെയും സെയിം റൂമിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആരാണോ ആ സ്ത്രീയുടെ കൂടെ നിൽക്കുന്നത് അവർ ആ ഒരു പ്രോസസ്സ്, അതായത് പെയിൻ ലേബർ പ്രോസസ്സിൻ്റെ സമയത്തും കൂടെ അവർ കൂടെ തന്നെ ഉണ്ടാകും. അതും ഒരുപാട് സ്ട്രെസ് ഫ്രീ ആക്കുന്നുണ്ട് ഈ പറഞ്ഞ ലേബറിങ് പേഷ്യൻറ്റിന്. പിന്നെയുള്ള കോൺസെപ്റ്റാണ് VBAC. VBAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ. അതായത് നമ്മളൊക്കെ പണ്ട് വിചാരിച്ചിരുന്നത് എന്താ, ഒരു സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിസേറിയൻ തന്നെയാണ് പോസിബിൾ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ചില കേസിൽ സിസേറിയൻ ചെയ്യുന്നത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു കാരണം കൊണ്ടാണ്, ഒരു റിക്കറൻ്റ് ആയിട്ടുള്ളൊരു കാരണമല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഡെഫിനറ്റായിട്ടും അടുത്ത പ്രസവ സമയത്ത് നമ്മളൊരു വജൈനൽ ഡെലിവറിക്കുള്ള ഒരു പോസിബിലിറ്റിയാണ് നമ്മളിവിടെ തുറന്നു കൊടുക്കുന്നത്. ഡെലിവറി സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണ് പെയിൻ. എങ്ങനെ ആ പെയിൻ സഹിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് എപ്പിഡ്യൂറൽ. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻലെസ് ലേബർ എന്നും കൂടെ പറയുന്നു. അപ്പോൾ അതിൽ നമ്മൾ അനസ്തറ്റിസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ലേബർ പെയിൻ നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഡെലിവറിയിലേക്ക് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ കോൺസെപ്റ്റാണ് വാക്കിംഗ് എപ്പിഡ്യൂറൽ. കാരണം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പിഡ്യൂറൽ ഇട്ട് കഴിഞ്ഞാൽ കാല് തരിപ്പ് വരിക, ബലക്കുറവ് വരിക, അപ്പം നടക്കാൻ ബുദ്ധിമുട്ട് പറയാറുണ്ട് സ്ത്രീകൾ. അപ്പോൾ ഈ ഒരു വാക്കിംഗ് എപ്പിഡ്യൂറലിൻ്റെ കോൺസെപ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇട്ടാൽ പെയിൻ കുറയുകയും ചെയ്യും, എന്നാൽ കാലിന് ബലക്കുറവ് വരുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രസവ വേദനയുള്ള സമയത്ത് അവർക്ക് എക്സസൈസസ് അത് കണ്ടിന്യൂ ചെയ്യാനും നടക്കാനും അവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ പെയിൻ കൂടുതൽ അവർക്ക് തോന്നുവാണെങ്കിൽ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്ത് കൂടുതൽ ഡോസ് എടുക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ വാക്കിംഗ് എപ്പിഡ്യൂറൽ. ഒരു ബേബി എന്ന് പറയുന്നത് എല്ലാ കപ്പിളിൻ്റെയും ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ സ്വപ്നമാണ്. കിൻഡർ ഹോസ്പിറ്റലിൽ ഈവൻ എൽഡർലി ആയിട്ടുള്ള കപ്പിളിന് പോലും നമ്മൾ അവർക്ക് ഉള്ള സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ കുട്ടികൾ നമുക്ക് ചിലപ്പം കുറച്ച് നേരത്തെ പ്രീ ടേമായിട്ട് വെളിയിൽ എടുക്കേണ്ടി വരും. ചിലപ്പം നോർമലി ആയിട്ടായിരിക്കും ബേബീസ് വരിക. നോർമലി വരുന്ന ബേബീസിനെ നമ്മൾ ശരിക്കും നോർമൽ തന്നെ ആയിട്ടായിരിക്കും ടേക്ക് കെയർ ചെയ്യുന്നത്. അവർക്ക് അതിൻ്റെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത് അവരെ വാക്സിനേറ്റ് ചെയ്ത് ഫീഡിങ് കറക്റ്റ് ചെയ്ത് അവരെ വീട്ടിലയക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പ്രീമച്ചുറായിട്ടുള്ള ബേബീസ് ആണെങ്കിൽ അവർക്ക് ഉള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നിയോനാറ്റൽ ICUവിലുണ്ട്. ലെവൽ 3 എന്ന് പറയും. അവിടെ എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെന്റിലേഷൻ എന്ന് പറയുന്നത് ലങ്സിനകത്ത് ട്യൂബിട്ടും ലങ്സിനകത്ത് ട്യൂബിടാതെയുള്ള വെന്റിലേഷൻ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി നമുക്കുണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സിക്കാണെങ്കിൽ നമുക്ക് ലങ്സിൽ ട്യൂബിടേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ട്യൂബിടാതെയും ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ എന്ന് പറയും. അത് ലോങ് ലൈൻസ് വഴിയാണ് ചെയ്യുന്നത്. ഈ ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം വയറ്റിൽ കിടക്കുമ്പോൾ അമ്മയുടെ ബ്ലഡിൽ നിന്നായിരിക്കും ഓക്സിജൻ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എല്ലാം കിട്ടുന്നത്. ഇതിനെ നമ്മുടെ വെളിയിൽ വന്ന ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റ് എല്ലാം ചേർത്താണ് ട്യൂബ് വഴി ലോങ് ലൈൻ വഴി കൊടുക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഗ്രോത്തിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫെസിലിറ്റീസ്, നഴ്സിംഗ് കെയർ, എക്സലൻ്റ് ആയിട്ടുള്ള നഴ്സസാണ് ഇവിടെയുള്ളത്. അവർ മദറിനും ഫാദറിനും വേണ്ട അഡ്വൈസുകളും അവരെ ഹെൽപ്പ് ചെയ്യുകയും ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യും. അത് ഒരു സംശയവുമില്ല. ഇത് ബേബീസ് ഗ്രോത്ത് നടക്കുന്ന അനുസരിച്ചിട്ട് ഡയറക്റ്റ് ഫീഡിങ്ങിലേക്ക് 2 ഫീഡിങ്ങിൽ ആദ്യമായിരിക്കും 2 ആയിക്കൂടെ ട്യൂബ് ഇട്ടിട്ടായിരിക്കും കൊടുക്കുന്നത്.
അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഫീഡിങ്ങിലെത്തും. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് സമയത്ത് അവരെ ഫുൾ ഫീഡൊക്കെ അവരെ പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കുന്നത്. ഇതെല്ലാ കെയറും കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ കിൻഡർ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ചേർത്തല പോലെയുള്ള ഇംപവറിഷ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ് കിൻഡറിൻ്റെ തുടക്കം. അവിടെ ഇന്നും വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്ന ആശുപത്രിയാണ്. അതുപോലെ തന്നെ കൊച്ചി എന്നൊരു മേജർ മെഗാ സിറ്റിയിലും കിൻഡർ വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്താൻ സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് കിൻഡർ മെട്രോ സിറ്റിയായ ബാംഗ്ലൂരിലും വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കിൻഡറിൻ്റെ യുണീക്നെസ്, കിൻഡറിൻ്റെ ഈ ഒരു സർവീസ് ഓറിയൻറ്റഡ് സൗകര്യം നമ്മുടെ കേരളത്തിൽ ഉടനീളം ലഭ്യമാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പ്രോജക്ട്സ്, കിൻഡർ ഒരു 5 പ്രോജക്ട്സ് വരുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെങ്ങന്നൂർ, കൊല്ലം, എടപ്പാൾ, കാലിക്കറ്റ് 2 പ്രോജക്ട്സ് ഇതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു അടുത്ത 6 മാസത്തിനുള്ളിൽ ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ വർക്കുകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 25 വർഷം പാരമ്പര്യമുള്ള കിൻഡറിൽ എല്ലാ സമുദായത്തിലെ എല്ലാ സ്ട്രാറ്റയിലുള്ള ജനങ്ങൾക്കും വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് കിൻഡർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കിൻഡറിൻ്റേതായ യുണീക്ക് വേ ഓഫ് സർവീസസ് എന്നും അവൈലബിൾ ആണ്. കിൻഡർ എക്സ്പീരിയൻസ് വളരെ യുണീക്കായിരിക്കും. അത് മറ്റ് ആശുപത്രികളിൽ ലഭിക്കാത്ത ഒരു എക്സ്പീരിയൻസായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.